ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അതീവ ശക്തിയുള്ള ഒരു ചാമുണ്ഡി മന്ത്രമാണ്. ശത്രുദോഷം, ബാധാദോഷം ഇങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും ഈ മന്ത്രജപത്തിലൂടെ മാറിക്കിട്ടുന്നതാണ്. മറ്റൊരാളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയോ അയാളുടെ നാശത്തിന് വേണ്ടിയോ ഈ മന്ത്രം പ്രയോഗിക്കുവാൻ പാടുള്ളതല്ല. കാരണം ജപിക്കുന്ന ആളും ആരെയാണോ ഉദ്ദേശിച്ചത് ആ വ്യക്തിയും അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളാണ്. മക്കൾക്ക് ഒരു കാലവും അമ്മ ദോഷം ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കില്ല. ആയതിനാൽ നമുക്ക് മറ്റൊരാൾ ശത്രുവാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിനെ മാറ്റി നമുക്ക് അനുകൂലമാക്കി തരികയോ നമുക്ക് ശല്യമില്ലാതെ വഴിമാറ്റി വിടുകയോ ചെയ്യുക എന്ന് മാത്രമേ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാവൂ. ശത്രു എന്നത് അവനവൻ്റെ മനസ്സാണ്. ആ മനസ്സിനെയാണ് അമ്മ ശുദ്ധപ്പെടുത്തി വൃത്തിയാക്കി പുതുമയുള്ളതാക്കി നൽകുന്നത്. അല്ലാതെ ഒരു വ്യക്തിയെ നശിപ്പിച്ച് മണ്ണോട് മണ്ണാക്കുക എന്ന ചിന്തയൊന്നും അമ്മയ്ക്കില്ല. മനസ്സിലെ ശത്രുവിനെ ഇല്ലാതാക്കി തരിക എന്നതാണ് അമ്മയുടെ ലക്ഷ്യം. ആയതിനാൽ അങ്ങനെ പ്രാർത്ഥിക്കരുത്. ഈ മന്ത്രം 21 തവണ വീതം 21 ദിവസം ജപിക്കുക. ഫലസിദ്ധി ഉണ്ടാകും. തള്ളവിരലും മോതിരവിരലും കൂടി ചേർത്ത് പിടിച്ച് ഒരു നുള്ളു ഭസ്മം എടുക്കുക. ഭസ്മമെടുത്ത് 21 തവണ ഈ മന്ത്രം ജപിച്ച് നെറ്റിയിൽ അണിഞ്ഞാൽ സർവ്വവിധ ബാധാദോഷങ്ങളും ശത്രുദോഷങ്ങളുമൊക്കെ നീങ്ങിക്കിട്ടുന്നതാണ്. ഓം രക്തചാമുണ്ഡേശ്വരി ദുഷ്ടനിഗ്രഹേ ഹുദ ഹുദ ഹന ഹന തപ തപ ധം ധം ഫട്ട് സ്വാഹ.